കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം പകുതി ചേർന്ന് വരുന്ന ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഇടവത്തിൽ നിൽക്കുന്നതിനാൽ തന്നെ ഇടവം രാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. ഈ അർദ്ധ കേന്ദ്ര യോഗത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കുന്ന ഒരു രാശിയാണ് ഇടവം രാശി എന്ന് പറയുന്നത്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം പകുതി തുടങ്ങി നക്ഷത്രക്കാർക്കാണ് നല്ല തരത്തിൽ ഇതിൻ്റെ ഒരു ഗുണമുണ്ടാകാൻ പോകുന്നത്. ആഗ്രഹിച്ച പോലെ കരിയറിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. കോടതിയിൽ കേസ് നടക്കുന്നുണ്ടെങ്കിൽ വിധി അനുകൂലമായി തന്നെ വരും. ദീർഘകാലമായി നിലനിന്നിരുന്ന സ്വത്ത് തർക്കങ്ങൾ ഇല്ലാതാവുകയാണ്. അതുപോലെ തന്നെ പുതിയ സ്ഥലം വാങ്ങാൻ യോഗമുണ്ട്. ബിസിനസ് നടത്തുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ചെറുതും വലുതുമായ ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് നേട്ടങ്ങൾ വളരെ അനുകൂലമായിട്ട് പ്രതീക്ഷിക്കാം. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭവിഹിതം കൂടുതലാണ്. അതായത് 2 പേരോ 3 പേരോ ചേർന്ന് ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് വലിയ ലാഭം ഉണ്ടാകും. അത് വളരെ ആഹ്ലാദത്തോടു കൂടി അനുഭവിക്കുവാനുള്ള ഭാഗ്യവും കാർത്തിക, രോഹിണി, മകയിരം നാളുകാർക്കുണ്ട്. പുതിയ തൊഴിലന്വേഷകർക്ക് അനുകൂലമായ സാഹചര്യമാണ്. തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങളെല്ലാം തന്നെ കുറയുന്നതാണ്. മാനസിക സന്തോഷം നൽകുന്ന അനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. തീർച്ചയായും എല്ലാം കൊണ്ടും ഇടവരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിരിക്കുന്നൊരു കാലഘട്ടമാണ് ഈ ഏപ്രിൽ 25 മുതൽ മെയ് മാസം 25 വരെയുള്ള സമയം. അർദ്ധ കേന്ദ്ര യോഗത്തിലൂടെ ഭാഗ്യം ലഭിക്കുന്ന മറ്റൊരു രാശിയാണ് ഇടവം രാശി. കാർത്തിക, രോഹിണി, മകയിരം തുടങ്ങിയ നക്ഷത്രങ്ങളുള്ള ഇടവം രാശി സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. ബിസിനസ്സിൽ നേട്ടങ്ങളുണ്ടാകും. പുതിയ ബിസിനസ് ആരംഭിക്കാൻ നല്ല സമയമാണ്. പുതിയ ബിസിനസ് മാത്രമല്ല, വീട് വയ്ക്കാനുള്ള നല്ല സമയം, വാഹനം വാങ്ങാനുള്ള നല്ല സമയം, അതുപോലെ തന്നെ ചില പ്രത്യേക സംവിധാനങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള നല്ല സമയം, അതുപോലെ തന്നെ യാത്രകൾക്ക് നല്ല സമയങ്ങൾ തുടങ്ങി ഒരുപാട് പ്രത്യേകതകളുള്ള നല്ല സമയങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ ഏപ്രിൽ മാസം 25 മുതൽ മെയ് മാസം 25 വരെ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ശുക്രൻ വഴി നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ്. ശുക്രഗ്രഹസ്ഥൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് നേട്ടം വളരെ ഗംഭീരമായി ലഭിക്കും. സാമ്പത്തിക ലാഭം ഇവരിലേക്ക് വന്നെത്തുന്നതാണ്. അപ്രതീക്ഷിതമായ ബിസിനസ്സിൽ വലിയ ലാഭം നമുക്ക് വന്നു ചേരും. വിദേശത്ത് ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നടക്കും. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ആഗ്രഹവും സാധിക്കും. അതുപോലെ മതപരമായ കാര്യങ്ങളിൽ വിശ്വാസം വർദ്ധിക്കും. അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോയി വളരെ പ്രതീക്ഷയോട് പ്രാർത്ഥിക്കാനൊക്കെയുള്ള ഒരാഗ്രഹമുണ്ടാകുന്ന സമയമാണിത്. ആത്മവിശ്വാസം വർദ്ധിക്കും. കുട്ടികളുമായി ചേർന്ന് വിനോദയാത്രകളും തീർത്ഥയാത്രകളും ഒക്കെ ചെയ്യാനുള്ള ഒരു സന്ദർഭമാണ്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയും. നമ്മളോടൊപ്പം പഠിച്ച അല്ലെങ്കിൽ പ്രായത്തിൽ വളരെ കൂടുതലായി നിൽക്കുന്ന ആളുകൾക്ക് അവരോടൊപ്പം സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ച ആൾക്കാരുമായി ഒത്തുചേർന്ന് കുറച്ച് നിമിഷങ്ങൾ പങ്കിടാനുള്ള ഒരു സമയമുണ്ടായി ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ പഴയ പ്രണയം വീണ്ടും ആരംഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട്. ദാമ്പത്യത്തിൽ സന്തോഷം വർദ്ധിക്കും. ജീവിതത്തിൽ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വർദ്ധിക്കും. പങ്കാളിയുടെ കൂടെ യാത്രകൾ പോകാൻ സാധിക്കും. വിവാഹം ഒക്കെ ആലോചിക്കുന്നവർക്ക് പുതിയ ബന്ധങ്ങൾ, വളരെ നല്ല ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ്. സൗഭാഗ്യദായകമായ ജീവിത പശ്ചാത്തലമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ അർദ്ധ കേന്ദ്ര യോഗത്തിലൂടെ ലഭിക്കാൻ പോകുന്നത്. പിന്നീട് ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പരിഹരിക്കുന്നതിനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലുമൊക്കെ പോവുക. പാൽപ്പായസ വഴിപാട് വിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുക. തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പിതൃക്കളുടെ പൂജ നടത്തുക. ശിവക്ഷേത്രത്തിലെത്തി പിൻവിളക്ക്, ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി തുടങ്ങിയവ ചെയ്യുക. സൂര്യ ഉദയത്തിൽ സൂര്യ പ്രാർത്ഥനകൾ ചെയ്യാനുള്ള ശ്രമം നടത്തണം. കൃത്യമായി ഉദയങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ഉദയത്തിൽ ഉണ്ടാകുന്ന സൂര്യദേവനെ നോക്കി അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങളും അതുപോലെ തന്നെ അഷ്ടോത്തര നാമാവലിയുമൊക്കെ ചൊല്ലിയാൽ
അനന്തങ്ങളായ ഫലങ്ങൾ ലഭിക്കുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. തീർച്ചയായും അർത്ഥകേന്ദ്ര യോഗം ഈ നാളുകാരെയെല്ലാം നന്നായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഒരിക്കൽ കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.